ഒരു കാലത്ത് നമ്മളെല്ലാം ഏറെ ആകാംക്ഷയോടെ കണ്ടിരുന്ന അമിതാഭ് ബച്ചൻ്റെ ഐക്കോണിക് ഷോ ആയ കോൻ ബനേഗ കരോർപതിയിൽ അദ്ദേഹം ധരിച്ചിരുന്ന ഡിസൈനർ സ്യൂട്ടുകൾ എല്ലാവർക്കും ഏറെ കൗതുകമുണർത്തുന്ന ഒന്നായിരുന്നു. അത് ഡിസൈൻ ചെയ്തത് പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രസങ്കല്പങ്ങൾക്ക് ആധുനികതയുടെ സ്പർശം നൽകി ആവിഷ്കാരങ്ങളുടെ ലോകത്തെ വിസ്മയിപ്പിച്ച ഫാബ്രിക്കുകളുടെ കവി, കോച്ചൂറിൻ്റെ രാജാവ്, പ്രശസ്ത ഫാഷൻ ഡിസൈനർ രോഹിത് ബാൽ. കാശ്മീർ താഴ്വരകളിൽ നിന്ന് ലോകത്തിൻ്റെ റൺവേയിലേക്കുള്ള രോഹിത് ബാലിൻ്റെ യാത്ര സമ്പന്നമായ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെയും മോഡേൺ ഫാഷൻ്റെയും സമന്വയമായിരുന്നു. 1986 സഹോദരൻ രാജീവിനൊപ്പം ഫാഷൻ രംഗത്തേക്ക് വന്ന രോഹിത് ബാൽ 1990 സ്വന്തം ഡിസൈനുകളുമായി വിപണിയിലിറങ്ങി. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഗുഡ്ഡ എന്ന് വിളിച്ചിരുന്ന അദ്ദേഹം പുതിയ തലമുറയ്ക്ക് എന്നും പ്രചോദനമായിരുന്നു. വെളുപ്പിനെയും കറുപ്പിനെയും അവയുടെ വകഭേദങ്ങളെയും സ്നേഹിച്ച രോഹിത് ബാൽ തൻ്റെ ഡിസൈനുകളിലും ഇവയ്ക്ക് പ്രാധാന്യം നൽകി. താമര, റോസാപ്പൂ, മയിൽ തുടങ്ങിയ ഇന്ത്യൻ ബിംബങ്ങൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെ വർണ്ണാഭമാക്കി. 800 രൂപയ്ക്ക് ഖാദി ഡിസൈനർ ഷർട്ടുകൾ വിപണിയിലിറക്കി. ഡിസൈനർ വസ്ത്രങ്ങൾ സാധാരണക്കാർ പോലും അഫോർഡബിൾ ആക്കിയ ഡിസൈനറാണ് രോഹിത് ബാൽ. അദ്ദേഹത്തിൻ്റെ ഡിസൈനുകൾ ഇന്ത്യയുടെ സമ്പന്നമായ പാരമ്പര്യത്തെയും ആധുനിക എലഗൻസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ സെലിബ്രിറ്റി ലൈഫിന് പിന്നിലും അദ്ദേഹം നിരവധി പ്രതിസന്ധികൾ നേരിട്ടു. സാമ്പത്തികം മുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ. ഇത് രോഹിത് ബാലിൻ്റെ സാഹചര്യങ്ങളെ മോശമാക്കി. എന്നിട്ടും ഫാഷനോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം ഒരിക്കലും കുറഞ്ഞില്ല. ബോളിവുഡ് ഐക്കണുകൾ മുതൽ ഹോളിവുഡ് സ്റ്റാറുകൾ വരെ രോഹിത് ബാലിൻ്റെ ക്രിയേഷൻസിൽ റെഡ് കാർപ്പറ്റുകളിലും റൺവേകളിലും തിളങ്ങി. അദ്ദേഹത്തിൻ്റെ ഡിസൈനുകൾ ലക്ഷറിയുടെയും ക്ലാസിൻ്റെയും പ്രതീകമായി. ഫാഷൻ ലോകത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ, ഡിസൈനർ ഓഫ് ദി ഇയർ ടൈറ്റിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തു. 2024 നവംബർ 1 ഹാർട്ട് അറ്റാക്ക് മൂലം അദ്ദേഹം മരണപ്പെടുമ്പോൾ രോഹിത് ബാൽ എന്നത് ഒരു പേര് മാത്രമല്ല, ഇന്ത്യൻ ഫാഷനെ മാറ്റിമറിച്ച, തലമുറകളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഫാഷൻ ഐക്കൺ കൂടിയാണ്. KFL Let's Talk Fashion.